ചോദ്യം നമ്പർ 122. 122 നമ്പർ ചോദ്യമായിട്ട് 135 നമ്പർ ചോദ്യം ക്ലബ് ചെയ്യുന്ന ബഹുമാനപ്പെട്ട അംഗം ശ്രീ നെല്ലിക്കുന്ന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ക്ലബിംഗ് അനുവദിക്കുന്നു. മന്ത്രിക്ക് ഒരുമിച്ച് മറുപടി പറയാം. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സർ, 122 എ 2017-18 സാമ്പത്തിക വർഷം വസ്തുനികുതി പിരിവിൽ സംസ്ഥാനതല ശരാശരി 63% കൈവരിക്കാൻ നിലവിൽ സാധിച്ചിട്ടുണ്ട്. ഇത് 31/3/2018 ആകുമ്പോഴേക്കും 100% കൈവരിക്കുന്നതിനുള്ള നടപടികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ത്വരിതഗതിയിൽ സ്വീകരിച്ചു വരുന്നു. 60 m² താഴെയുള്ള കെട്ടിടങ്ങളെ കെട്ടിട നികുതിയിൽ നിന്ന് ഒഴിവാക്കിയത് വസ്തുനികുതി ഡിമാൻഡിൽ ഗണ്യമായ കുറവ് വരുന്നതിന് കാരണമായിട്ടുണ്ട്. ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ട് ചുരുങ്ങുന്നതിന് ഇടയാക്കുകയുണ്ടായി. ഇക്കാരണത്താൽ ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തനത് ഫണ്ട് അവയുടെ ദൈനംദിന ചെലവുകൾക്ക് അപര്യാപ്തമാണ്. ചില നഗരസഭകൾ തനതു ഫണ്ടിന്റെ ദൗർലഭ്യം മൂലം സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ബി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ട് വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് 5ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശകൾ ഇതോടൊപ്പം അനുബന്ധമായി ചേർക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ലൈസൻസ് ഫീസ് പരിഷ്കരിച്ച് ഓർഡിനൻസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. 1/4/2018 പുതിയ വസ്തുനികുതി പരിഷ്കരണം നിലവിൽ വരേണ്ടതുണ്ട്. അടിസ്ഥാന വസ്തുനികുതി നിരക്കുകൾ നിർണയിക്കുന്ന നിലവിലെ 11 സ്ലാബുകൾ വർദ്ധിപ്പിച്ച് അധികമായി സ്ലാബുകൾ ചേർക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചു വരികയാണ്. സി. 5ാം ധനകാര്യ കമ്മീഷൻ ശുപാർശയിന്മേലുള്ള ധനകാര്യ വകുപ്പിന്റെ നടപടി റിപ്പോർട്ടിൽ ഇക്കാര്യം അംഗീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട നിയമങ്ങളിൽ ഭേദഗതി വരുത്തേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ഡി. തൊഴിൽ കരത്തിന്റെ പരമാവധി പരിധി 12,500 രൂപയാക്കണമെന്ന് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്തിട്ടില്ല. 135 എ 1994 കേരള പഞ്ചായത്ത് രാജ് ആക്ട് 203 ഉപവകുപ്പ് 4 പ്രകാരവും 1994 കേരള മുനിസിപ്പാലിറ്റി ആക്ട് വകുപ്പ് 233 ഉപവകുപ്പ് 4 പ്രകാരവും വസ്തുനികുതി 5 വർഷം കൂടുമ്പോഴാണ് പുതുക്കി നിശ്ചയിക്കുന്നത്. ബി. 5ാം ധനകാര്യ കമ്മീഷൻ ശുപാർശയിന്മേലുള്ള ധനകാര്യ വകുപ്പിന്റെ നടപടി റിപ്പോർട്ടിൽ ഇക്കാര്യം അംഗീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട നിയമങ്ങളിൽ ഭേദഗതി വരുത്തേണ്ടതുണ്ട്. സി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ലൈസൻസ് ഫീസ് പരിഷ്കരിച്ച് സർക്കാർ ഉത്തരവായിട്ടുണ്ട്. ഇത് തനത് ഫണ്ട് വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമാകും. നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് 5ാം ധനകാര്യ കമ്മീഷൻ താഴെ പറയും പ്രകാരം ശുപാർശകളാണ് ചെയ്തിട്ടുള്ളത്. 1. തൊഴിൽ നികുതിയുടെ പരിധി 1988 നിശ്ചയിച്ച 2,500 രൂപയിൽ നിന്ന് 12,000 രൂപയായി വർദ്ധിപ്പിക്കാനുള്ള 14ാം കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ശുപാർശ നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടണം. 2. പ്രൊഫഷൻ ടാക്സ് നൽകേണ്ടവരിൽ എല്ലാ വിഭാഗം തൊഴിൽ ചെയ്യുന്നവരെയും നികുതിയുടെ പരിധിയിൽ കൊണ്ടുവരാൻ പഞ്ചായത്ത് മുനിസിപ്പൽ ചട്ടങ്ങളിൽ മാറ്റം വരുത്തണം. 3. D&O ലൈസൻസിന്റെ പരിധിയിൽ എല്ലാ കച്ചവട ബിസിനസ് സ്ഥാപനങ്ങളെയും കൊണ്ടുവരണം തുടങ്ങി 5ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശകൾ പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കുന്നതാണ്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സർ, അങ്ങവിടെ സൂചിപ്പിച്ച അനുസരിച്ച് ഏതാണ്ട് 63% നമ്മളുടെ നികുതി പിരിവ് ഈ വർഷം ഇതുവരെ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനി നമുക്ക് 23 ദിവസം കൂടിയുള്ളൂ ഈ സാമ്പത്തിക വർഷം. അതിനോടൊരു ബാലൻസ് വരുന്ന 37% പിരിക്കും എന്ന് പറയുമ്പോൾ അത് കണക്കുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ടൊരു ബുദ്ധിമുട്ട് വരും. ഞാനത് ഒരു ഒബ്സർവേഷൻ എന്നുള്ള നിലയിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. സാർ, ഭരണഘടനാപരമായി തന്നെ 40% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നീക്കിവെക്കേണ്ട തുകയാണ്. സാർ, ഈ തുക നീക്കിവെക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ ഗവൺമെൻറ് ചില പ്രഖ്യാപിതമായ നടപടികൾ കൂടി പറയുകയാണ്. അപ്പോൾ ഗവൺമെൻറ് അവരുടെ ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന് മേൽ അധിനിവേശം നടത്തുകയാണ്. അതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കിട്ടുന്ന തുക അവരുടെ സ്വന്തമായ പദ്ധതികൾ നടപ്പാക്കാൻ നിവൃത്തിയില്ലാത്തുള്ള സാഹചര്യം വരികയാണ്. അതുകൊണ്ടുണ്ടാകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി ചെലവ് വളരെ താഴോട്ട് പോവുകയാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 50%-ലും താഴെയാണ് മഹാഭൂരിപക്ഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും. അത് അപ്രായോഗികമായി ഒരു നടപടിയെടുക്കുന്നത് കൊണ്ടും ഗവൺമെൻറ് ഇതിൻ്റെ മേൽ ഇൻഡയറക്റ്റായിട്ട് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് കൊണ്ടാണ് ഭരണഘടന കൊടുക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സ്വാതന്ത്ര്യം അതിൻ്റെ മേൽ കടന്നുകയറ്റം നടത്താതെ അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടി അനുവദിക്കും. തദ്ദേശ സ്ഥാപനങ്ങളുടെ അധികാരം കവർന്നെടുക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നേയില്ല. അവരുടെ ഓൺ ഫണ്ട് അവർക്ക് അവരുടെ പ്രദേശത്തെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി യഥേഷ്ടം വിനിയോഗിക്കാം.
അങ്ങിവിടെ സൂചിപ്പിച്ചതുപോലെ 686.94 കോടി രൂപയാണ് നമുക്ക് പഞ്ചായത്തുകളിൽ നിന്ന് ഓൺ ഫണ്ടായിട്ട് ഓരോ പഞ്ചായത്തിനും മൊത്തമായിട്ട് ലഭിക്കേണ്ട തുക. അതിൽ 439.64 കോടി ഇതിനകം പിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. മുൻ വർഷങ്ങളുടെ കണക്കിനെ അപേക്ഷിച്ച് ഇത് വളരെ കൂടുതലാണ്. 2016-17 മൊത്തം നമ്മൾ പിരിച്ചെടുത്തത് 57.59%. 15-16 നമുക്ക് പിരിക്കാൻ കഴിഞ്ഞത് 45.18% ടോട്ടലായിട്ട്. പക്ഷേ ഇതിനകം തന്നെ 23 ദിവസം ബാക്കി നിൽക്കെ 64% നമുക്ക് പിരിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഓൺ ഫണ്ട് കളക്ട് ചെയ്യുന്നതിന്, അവരുടെ നികുതി വരുമാനം പിരിച്ചെടുക്കാനുള്ളത് കളക്ട് ചെയ്യുന്നതിന് ത്വരിതഗതിയിലുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അതിന് പ്രത്യേകമായിട്ട് ആരെയെങ്കിലും നിയോഗിക്കേണ്ടതുണ്ടെങ്കിൽ അത് നിയോഗിക്കണം എന്നും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇതിനകം നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. സാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അവരുടെ ജീവനക്കാരില്ലെന്നുള്ളതാണ്. സാർ, ഇവിടെ ഇഷ്ടപ്പെട്ട സ്ഥലത്തോട്ട് ഇഷ്ടപ്പെട്ട ആളുകളെ കൊടുക്കുക എന്നുള്ള ഒരു ചതുരംഗ കളിയല്ലാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കാൻ യോഗ്യമായ രൂപത്തിലുള്ള ജീവനക്കാരെ കൊടുക്കുന്നില്ല. നമ്മൾ എന്ത് നിർദ്ദേശിച്ചാലും ശരി. സാർ, എഞ്ചിനീയറിംഗ് വിഭാഗം ആളുകളില്ല. സാർ, അവിടെ സെക്രട്ടറിമാർ പോലും ഇല്ലാത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിൽക്കുകയാണ്. ആവശ്യമില്ലാത്ത ചില ആളുകളെ അടിച്ചേൽപ്പിക്കുകയാണ്. അവരെ എല്ലാം സ്ഥലം മാറ്റുന്നതിന് വേണ്ടി അതും ഒരു ക്രമം പോലെ തന്നെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. സാർ, പൊട്ടിത്തെറിയുടെ വക്കിലാണ് നമ്മുടെ പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും. അത് ഈ ഗവൺമെന്റ് പരിശോധിക്കുമ്പോൾ ഈ അവസാനത്തെ നിമിഷത്തിലെങ്കിലും അവർക്ക് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കും. സാർ, അങ്ങ് പ്രതീക്ഷിക്കും പോലെ ഒരു പൊട്ടിത്തെറിയും തദ്ദേശ സ്ഥാപനങ്ങളിൽ ഉണ്ടാവില്ല. ജീവനക്കാരുടെ അഭാവം ഇന്നോ ഇന്നലെയോ തദ്ദേശ സ്ഥാപനങ്ങളിൽ തുടങ്ങിയിട്ടുള്ള ഒരു കാര്യമല്ല. അങ്ങേക്കറിയാം, ഈ സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് 179 പഞ്ചായത്തുകളിൽ സെക്രട്ടറിമാരുണ്ടായിരുന്നില്ല. അതിപ്പോ കേവലം 20-ൽ താഴെ പഞ്ചായത്തുകളിൽ മാത്രമായി ചുരുങ്ങി എന്നുള്ള വിവരം ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. 600 തേർഡ് ഗ്രേഡ് ഓവർസിയർമാരെയാണ് ഇപ്പോൾ നമ്മളുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിയമിച്ച് കഴിഞ്ഞിരിക്കുന്നത്. എഞ്ചിനീയർമാരെ ആവശ്യത്തിന് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ PSC മുഖേന നിയമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങേക്കറിയാമല്ലോ, ഭരണതലത്തിൽ ഇത്യാദി കാര്യങ്ങൾ നിവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ. ആ പ്രായോഗികമായ ബുദ്ധിമുട്ടുകളെ കഴിഞ്ഞ 20 മാസത്തിനുള്ളിൽ തരണം ചെയ്യാൻ സാധിച്ചു എന്നുള്ള കൃതാർത്ഥതയോടെയാണ് അങ്ങയോട് ഈ ഉത്തരം ഞാൻ പറയുന്നത്. സാർ, അങ്ങോട്ട് പറഞ്ഞതേ സാർ, ലോക്കൽ ബോഡീസിന്റെ ടാക്സ് റിവിഷൻ 5 കൊല്ലത്തിൽ ഒഴിക്കുകയാണെന്ന് പറഞ്ഞു. ഇവിടെ ചോദ്യം 122C പറയുന്നത് ധനകാര്യ കമ്മീഷന്റെ ശുപാർശ ഓരോ കൊല്ലവും കെട്ടിട നികുതി 5% കൂട്ടണമെന്നാണ്. പക്ഷേ റിവേഴ്സ് ചെയ്യുന്നത് 5 കൊല്ലത്തിൽ ഒഴിക്കലാണ്. സാർ, ഓരോ കൊല്ലം 5% കൂട്ടുന്നത് പ്രായോഗികമല്ല. കാരണം കെട്ടിടത്തിന്റെ കാലപ്പഴം കൂടുന്നതോറും നികുതി കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഓരോ കൊല്ലം എന്നുള്ള നിർദ്ദേശം മാറ്റി റിവേഴ്സ് ചെയ്യുമ്പോൾ 5 കൊല്ലത്തിൽ ഒരിക്കൽ എന്നാക്കാൻ നടപടി സ്വീകരിക്കാമോ? അതുപോലെ തന്നെ GST നടപ്പിലാക്കിയത് മൂലമുണ്ടായ എന്റർടൈൻമെന്റ് ടാക്സിന്റെ കുറവ് പരിഹരണത്തോട് സ്വീകരിക്കുമോ? ധനകാര്യ കമ്മീഷൻ വർഷാവർഷം 5% നികുതി വർദ്ധിപ്പിക്കണം, പ്രോപ്പർട്ടി ടാക്സ് വർദ്ധിപ്പിക്കണമെന്നാണ് ശുപാർശ ചെയ്തിട്ടുള്ളത്. ആ കാര്യത്തിൽ എന്തു വേണമെന്നുള്ളതിനെ സംബന്ധിച്ച് സർക്കാർ ഇതുവരെയും നടപടി സ്വീകരിച്ചിട്ടില്ല, നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഏതാണ് യോജ്യം? അങ്ങിവിടെ സൂചിപ്പിച്ചതുപോലെ 5 വർഷത്തിലൊരിക്കൽ വർദ്ധിപ്പിക്കുന്നതാണോ, അതല്ല ഓരോ വർഷവും 5% വർദ്ധിപ്പിക്കുന്നതാണോ എന്നുള്ളത് പരിശോധിച്ച് തീരുമാനിക്കും. 5% വെച്ച് ഓരോ വർഷവും വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഒരു ചെറിയ തുക മാത്രമായിരിക്കും ടാക്സിൽ വർധനവ് വരിക. അപ്പോൾ ആളുകൾക്കത് വേണ്ട വിധത്തിൽ അല്ലെങ്കിൽ ഒരു അഫോർഡബിൾ ആയിട്ട് തന്നെ അനുഭവപ്പെടും. നേരെ മറിച്ച് 5 വർഷത്തിലൊരിക്കൽ 25% വർദ്ധിപ്പിക്കുമ്പോൾ അവർക്ക് അതൊരു ഭാരമായിട്ട് അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. അപ്പൊ ഇക്കാര്യത്തിൽ എന്താണ് വേണ്ടത് എന്ന് ഉചിതമായിട്ടുള്ള തീരുമാനം സർക്കാർ എടുക്കുന്നതാണ്. എന്റർടൈൻമെന്റ് ടാക്സിന്റെ കാര്യം അങ്ങിവിടെ സൂചിപ്പിച്ചു. എന്റർടൈൻമെന്റ് ടാക്സ് മുഖേന GST നടപ്പിലാക്കിയപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന വലിയൊരു ശതമാനം നമുക്ക് കുറവ് വന്നിട്ടുണ്ട്. ഏതാണ്ട് 91.79 കോടി രൂപയാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കുറവ് വന്നിട്ടുള്ളത്. അത് 82.22 കോടി നഗരസഭകൾക്കും 9.57 കോടി നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾക്കുമാണ് കുറവ് വന്നിട്ടുള്ളത്.
18-19 ബഡ്ജറ്റിൽ ഈ കുറവ് നികത്തുന്നതിന് വേണ്ടി 133 കോടി രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പ്രശ്നം അതിലൂടെ പരിഹരിക്കാൻ വേണ്ടി കഴിയും. ശ്രീ പി ടി തോമസ്. സർ, അങ്ങ് മറുപടി പറഞ്ഞപ്പോൾ പൊട്ടിത്തെറി ഉണ്ടാവില്ല എന്ന് ഉറപ്പ് പറഞ്ഞെങ്കിലും കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ 90% വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. തനത് ഫണ്ട് എന്ന് പറയുന്നതിൻ്റെ അഭാവം വളരെ ഗൗരവതരമാണ്. വസ്തുനികുതി, തൊഴിൽ നികുതി, വിനോദ നികുതി, പരസ്യ നികുതി, പ്രദർശന നികുതി, സേവന ഉപനികുതി, കേന്ദ്ര സർക്കാരുകളുടെ കെട്ടിടങ്ങൾക്ക് വേണ്ടി ചുമത്താമെന്ന് ശുപാർശ ചെയ്തിരിക്കുന്ന നികുതി അടക്കമുള്ള ഈ നികുതികൾ കൃത്യമായി പിരിച്ചെടുത്താൽ 97% പിരിച്ചെടുത്താൽ പഞ്ചായത്തുകൾക്ക് 5 ലക്ഷം രൂപയും നഗരസഭകൾക്ക് 10 ലക്ഷം രൂപയും കോർപ്പറേഷനുകൾക്ക് 12 ലക്ഷം രൂപയും കൊടുക്കും എന്ന ശുപാർശയുണ്ട്. അത് ഗവൺമെന്റ് അംഗീകരിക്കുന്നുണ്ടോ? അതോടൊപ്പം തന്നെ നികുതി പിരിവിൽ കുറവുണ്ടായാൽ 5% വീതം നഷ്ടപരിഹാരം നൽകും എന്ന ശുപാർശ, ഈ 2 കാര്യങ്ങളും ഗവൺമെന്റ് തത്വത്തിൽ അംഗീകരിക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കും. സർ, ശരിയാം വിധം നമ്മളുടെ നികുതി പിരിച്ചെടുക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സാധിച്ചാൽ അവരുടെ ചെലവുകൾ ഏതാണ്ട് ഒത്തുപോകും എന്നാണ് ഇതുവരെയുള്ള പ്രതീക്ഷിക്കുന്ന നികുതിയും പ്രതീക്ഷിക്കുന്ന ചെലവും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതാണ്ട് 865 കോടി രൂപയാണ് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് നികുതിയായിട്ട് പിരിഞ്ഞു കിട്ടേണ്ടത്. ഒരു വർഷം അവിടെ ഭരണ ചെലവ് എന്നുള്ള നിലയിൽ വരുന്നത് ഏതാണ്ട് 610 കോടി രൂപയാണ്. യഥാവിധി നമുക്ക് ഓൺ ഫണ്ട് പിരിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചാൽ, നമ്മളുടെ നികുതി പിരിച്ചെടുക്കാൻ വേണ്ടി കഴിഞ്ഞാൽ ഭരണ ചെലവുകൾ ഒത്തുപോകും. ദൗർഭാഗ്യവശാൽ കേരളത്തിലെ 35 ഗ്രാമപഞ്ചായത്തുകൾക്ക് സർക്കാർ ഭരണച്ചെലവ് നിവർത്തിക്കുന്നതിന് വേണ്ടി പണം അങ്ങോട്ട് കൊടുക്കുകയാണ്. 3,34,86,542 രൂപ. ഈ 35 പഞ്ചായത്തുകൾക്ക് ഓൺ ഫണ്ട് അവരുടെ ഭരണച്ചെലവിന് തികയില്ല എന്നുള്ളത് കൊണ്ട് ഗവൺമെന്റ് ഗ്യാപ് ഫണ്ടായി അങ്ങോട്ട് നൽകിയിരിക്കുകയാണ്. അതുപോലെ തന്നെ 6 മുനിസിപ്പാലിറ്റികൾക്ക് 1,47,29,322 കോടി രൂപ അവരുടെ ഓൺ ഫണ്ട് അവരുടെ ഭരണച്ചെലവിന് തികയില്ല എന്നുള്ളത് കൊണ്ട് ഗ്യാപ് ഫണ്ടായി നൽകിയിരിക്കുകയാണ്. യഥാവിധി നമ്മളുടെ നികുതി പിരിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചാൽ തീർച്ചയായും ഈ ചെലവുകൾ നമുക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. 64% ഇപ്പോ നമ്മളുടെ നികുതി കളക്ഷൻ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി ഏറ്റവും കൂടുതലാണ് നികുതി ഇപ്പോൾ നമുക്ക് പിരിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സാധാരണഗതിയിൽ മാർച്ച് മാസത്തിലെ അവസാനത്തെ ആഴ്ചയാണ് ഈ നികുതി കളക്ഷൻ നടക്കുക. 23 ദിവസം ഇനിയും ബാക്കിയുണ്ട്. ഏതാണ്ട് ഒരു 90% അപ്പുറത്തേക്ക് നമുക്ക് നികുതി പിരിച്ചെടുക്കാൻ കഴിയും. 100% എത്തിക്കണം എന്നുള്ള ശക്തമായിട്ടുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. പിന്നെ അങ്ങ് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഒരു തരത്തിലുള്ള പൊട്ടിത്തെറിയും പ്രതീക്ഷിക്കേണ്ട. കാരണം എക്സ്പെൻഡിച്ചറിന്റെ കാര്യത്തിലും നല്ല രീതിയിലാണ് തദ്ദേശ സ്ഥാപനങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിൽ ഇതിനകം തന്നെ 23 ദിവസം ഇനിയും ചെലവിടാനുണ്ടായിരിക്കെ 64.1% നമ്മളുടെ എക്സ്പെൻഡിച്ചർ. മുനിസിപ്പാലിറ്റികളിൽ 54.12% എക്സ്പെൻഡിച്ചർ. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 60.48% നമ്മളുടെ എക്സ്പെൻഡിച്ചർ. അതും 23 ദിവസം ഇനിയും ബാക്കിയുണ്ട്. സാധാരണഗതിയിൽ ഒരു 50-60% എക്സ്പെൻഡിച്ചർ ഈ മാർച്ച് മാസത്തിലാണ് വരാറുള്ളത്. എന്നാൽ അതിനെയൊക്കെ നമുക്ക് മറികടക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. സർ, ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മരാമത്ത് പണികൾക്കും GST ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം നിർമ്മാണ മേഖല വലിയ രീതിയിലുള്ള സ്തംഭനാവസ്ഥയിലാണ്. സർ, അത് പരിഹരിക്കുവാൻ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഗവൺമെന്റ് നടത്തിയിട്ടുണ്ടോ? സർ, ഒപ്പം തന്നെ ഈ പല പഞ്ചായത്തുകളിൽ നമുക്കറിയാം വാട്ടർ ബില്ല് വലിയ രീതിയിലുള്ള കുടിശ്ശിക, കോടികൾ വരുന്ന കുടിശ്ശികകൾ വരാറുണ്ട്. തനത് ഫണ്ട് കുറവായിരിക്കുന്ന അത്തരത്തിലുള്ള പഞ്ചായത്തുകളെ സഹായിക്കുവാൻ ഏതെങ്കിലും പദ്ധതികൾ ഗവൺമെന്റിന് ആലോചനയിലുണ്ടോ? സർ, GST ഏർപ്പെടുത്തിയതിനെ തുടർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലച്ചൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. കോൺട്രാക്ടർമാർ ചില അവ്യക്തതകൾ കാരണം കോൺട്രാക്ട് എടുക്കാൻ വേണ്ടി തയ്യാറാകാത്ത സ്ഥിതി. അത്തരമൊരു സാഹചര്യത്തിലാണ് സർക്കാർ കോൺട്രാക്ടർമാരുടെ ഒരു യോഗം വിളിച്ച് അവരുടെ സംശയങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുകയുണ്ടായി. അത് തുടർന്ന് ഇപ്പോൾ ഏതാണ്ട് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും വർക്കുകൾ ടെൻഡർ ചെയ്യുകയും ആ ടെൻഡർ എടുക്കുന്നതിന് കോൺട്രാക്ടർമാർ തയ്യാറാവുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും GSTയുടെ പ്രശ്നം അതോടെ അവസാനിച്ചെങ്കിൽ പോലും മെറ്റീരിയൽസിന്റെ അഭാവം
നമ്മളുടെ നിർമ്മാണ മേഖലയെ പൊതുവിൽ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. അത് തദ്ദേശ സ്ഥാപനങ്ങളെയും ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. ഓൺ ഫണ്ട് തികയാത്ത പഞ്ചായത്തുകൾക്ക് ഭരണച്ചെലവിനായി സർക്കാർ ഇപ്പോൾ ഗ്യാപ് ഫണ്ട് നൽകുന്നുണ്ട്. പക്ഷെ ഓരോ തദ്ദേശ സ്ഥാപനത്തെയും അവയുടെ ഭരണച്ചെലവെങ്കിലും മീറ്റ് ചെയ്യാൻ തക്ക രൂപത്തിലേക്ക് സ്വയം പര്യാപ്തമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് എന്തൊക്കെ വഴികളാണ് സ്വീകരിക്കേണ്ടത് എന്ന് ഗവൺമെന്റ് ആലോചിച്ച് ആ കാര്യം തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിക്കും. ശ്രീ എന്നെ നെല്ലിക്കുന്നു. ശ്രീ ഖാദർ. വളരെ കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് 5 വർഷം മുമ്പ് വസ്തുനികുതി പുതുക്കാൻ തീരുമാനിച്ചത്. മുമ്പ് വാർഷിക വാടക മൂല്യം ARV ആനുവൽ റെന്റൽ വാല്യൂ കണക്കാക്കി ചുമത്തിയിരുന്ന നികുതി കെട്ടിട വിസ്തൃതിയുടെയും റോഡുകളുടെയും സൗകര്യവും മറ്റ് കണക്കാക്കി പുതുക്കിയപ്പോൾ ധാരാളം അപാകതകൾ വന്നിരുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ആ അപാകതകൾ പരിഹരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ARV പ്രകാരം നികുതി ചുമത്തിയ പഴയ കെട്ടിടത്തിനടുത്ത് പണിത പുതിയ അതേ വലിപ്പമുള്ള കെട്ടിടത്തിന് പഴയതിന്റെ 4/1 നികുതി മാത്രമേ പുതിയ രീതിയിൽ വരുന്നുള്ളൂ. അപാകതകൾ പരിഹരിക്കാൻ ഇപ്പോൾ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ പഞ്ചായത്തൊക്കെ ഈ സാമ്പത്തിക വർഷാവസാനത്തിന്റെ തിരക്കിലാണ്. അതുകൊണ്ട് ഈ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സിന് കുറച്ചുകൂടി സമയം നീട്ടിക്കൊടുത്തുകൂടെ എന്നാണ് എന്റെ ചോദ്യം. സർ, കാലാകാലങ്ങളിൽ നികുതി നിശ്ചയിക്കുന്നത് പിരിച്ചെടുക്കാൻ നമുക്ക് കഴിയാറില്ല. അതാണ് തദ്ദേശ സ്ഥാപനങ്ങളെ എപ്പോഴും പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. 1993 ഒരു ടാക്സ് റിവിഷൻ നമ്മളുടെ സംസ്ഥാനത്ത് നടന്നത്. 2011 ടാക്സ് അസസ് ചെയ്യുന്ന രീതിയിൽ മാറ്റം വരുത്തി. അങ്ങിവിടെ സൂചിപ്പിച്ചതുപോലെ ആനുവൽ റെന്റഡ് വാല്യൂവിൽ നിന്ന് പ്ലിന്ത് ഏരിയയിലേക്ക് നികുതി നിശ്ചയിക്കുന്ന മാനദണ്ഡം മാറി. 2013 ഈ ടാക്സ് റിവിഷനിൽ നമ്മളൊരു ഭേദഗതി വരുത്തി. 2015 അത് നടപ്പിലാക്കാതെ തന്നെ ടാക്സ് റിവിഷൻ വീണ്ടും നടത്തി. എന്നാൽ അതും നമുക്ക് യഥാവിധി പ്രയോഗവൽക്കരിക്കുവാൻ വേണ്ടി പല കാരണങ്ങൾ കൊണ്ടും സാധിച്ചിട്ടില്ല. അങ്ങിവിടെ സൂചിപ്പിച്ചതുപോലെ ഈ നികുതി നിശ്ചയിച്ചതിലുള്ള അപാകതകൾ പരിഹരിക്കുന്നതിന് തീവ്രമായിട്ടുള്ള പരിശ്രമം നടത്തിവരികയാണ്. ഉടനെ തന്നെ അതിന് ഒരു തീർപ്പുണ്ടാക്കി എല്ലാവർക്കും യോജ്യമാകും വിധം ഇത് നടപ്പിലാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിന്റെ സമയപരിധി നീട്ടിക്കൊടുക്കണമോ എന്ന് ഇപ്പൊ എത്രയായി അതിന്റെ പ്രവർത്തനമെന്ന് നോക്കിയതിന് ശേഷം സർക്കാർ തീരുമാനിക്കും. ശ്രീ KN ഖാദർ. സർ, ബഹുമാനപ്പെട്ട ജലീലിനെ പോലുള്ള ഒരു മന്ത്രിയുടെ ആ ചെറുപ്പവും കഴിവും പ്രാപ്തിയൊന്നും ആ ചടുലതയൊന്നും ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഭരണത്തിൽ കാണാനില്ല. സർ, ഇവിടെ ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ അധികാരങ്ങൾ വെട്ടിച്ചുരുക്കുന്ന തരത്തിലും ഗവൺമെന്റിന്റെ ഇടപെടലുകൾ വർദ്ധിപ്പിക്കുന്ന തരത്തിലുമാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തദ്ദേശ സ്ഥാപനങ്ങൾ എന്ന് നമ്മൾ പറയുമ്പോൾ എപ്പോഴും അതിനകത്ത് ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഉൾപ്പെടുമല്ലോ. ആ 2 പഞ്ചായത്തുകൾക്കും ഫൈനാൻഷ്യൽ പവർ കൊടുക്കാനുള്ള ഒരു നടപടിയും കേന്ദ്ര ഗവൺമെന്റോ സംസ്ഥാന ഗവൺമെന്റോ സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഉദ്ദേശമുള്ളതായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് വെറും ഗ്രാന്റ് കൊണ്ടും എയ്ഡ് കൊണ്ടും പ്രവർത്തിക്കുന്ന ആ 2 സ്ഥാപനങ്ങളേക്കും സാമ്പത്തിക അധികാരം ഫൈനാൻഷ്യൽ പവർ കൊടുക്കുന്നതിനെ പറ്റി വല്ല മൗലികമായ നിയമങ്ങളോ ഭേദഗതികളോ ഉണ്ടാക്കാൻ ഈ ഗവൺമെന്റ് ആലോചിക്കുമോ എന്നാണ് എന്റെ ചോദ്യം. അവർക്ക് രണ്ടും ഓൺ ഫണ്ട് ഇല്ല എന്നുള്ളതാണല്ലോ യാഥാർത്ഥ്യം. അതാ ഓൺ ഫണ്ട് ഉണ്ടാകുമ്പോഴാണല്ലോ അവർക്ക് സ്വന്തമായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ പവർ ഉണ്ടാകുക. ആ 2 സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നത് നമ്മുടെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. നിലവിൽ അത്തരത്തിലുള്ള ഒരു കാര്യത്തിന് നമുക്ക് മുതിരുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. കാരണം നമുക്ക് ഭരണഘടനയുടെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ടല്ലേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പിന്നെ അങ്ങ് പറഞ്ഞ കാര്യം 15-16 മൊത്തമായിട്ട് നമ്മളുടെ സംസ്ഥാനത്ത് ടാക്സ് പിരിച്ചെടുക്കാൻ വേണ്ടി കഴിഞ്ഞത് 45.18 ആണ്. 23 ദിവസം ബാക്കി നിൽക്കെ നമുക്ക് 64% ഈ വർഷം പിരിച്ചെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ ചടുലതയും കാര്യശേഷിയും ഒക്കെ ഈ മേഖലയിൽ പ്രകടമാണ് എന്നുള്ളതിന്റെ ഒരു ചെറിയ ഉദാഹരണമായി ഞാനിത് ചൂണ്ടിക്കാണിക്കുകയാണ്. സർ, ഈ പ്ലാൻ ഫണ്ടുകൾ നമ്മൾ കൊടുക്കുന്നത് ഓരോ മേഖലയിലും ചെലവഴിക്കാൻ വേണ്ടി വളരെ നേരത്തെ തന്നെ ഓരോ പഞ്ചായത്തിൻ്റെയും മുനിസിപ്പാലിറ്റിയുടെയും ഒക്കെ പ്രോജക്റ്റ് റിപ്പോർട്ടുകൾ വാങ്ങി അതിനനുസരിച്ച് അംഗീകാരം കൊടുത്താണ് ചെയ്യുന്നത്. അതേ അവസരത്തിൽ ഓൺ ഫണ്ടിൻ്റെ കാര്യത്തിൽ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ആവശ്യത്തിനുള്ള തുക തികയുന്നില്ല. പല ടാക്സുകളും പിരിച്ചെടുക്കാത്തതുമായിട്ടുണ്ട്. ഇപ്പോൾ ഈ പരസ്യ നികുതി പിരിക്കുന്ന കാര്യത്തിൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വളരെ പിന്നോട്ടാണ്. ധാരാളം സ്കോപ്പുള്ള ഒരു മേഖലയാണ്. അത് വേണ്ട രീതിയിൽ ചൂഷണം ചെയ്യുന്നില്ല.
ഇപ്പോൾ ഈ തനത് ഫണ്ട് കുറവായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ, ഇപ്പോൾ ഏറ്റവും അവസാനം PMAY പദ്ധതി, ഭവന നിർമ്മാണ പദ്ധതി, കൊട്ടിഘോഷിച്ച് ഭവന നിർമ്മാണ പദ്ധതി കൊണ്ടുവന്ന് 3 ലക്ഷം ആക്കി എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് ഇപ്പോൾ അത് 4 ലക്ഷം ആക്കാൻ പോവാം. അതിൻ്റെ അധിക ഭാരം വരുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തലയിലാണ്. അത് വാസ്തവത്തിൽ ശരിയാണോ? സർക്കാർ പ്രഖ്യാപിക്കുന്ന പദ്ധതിക്ക് സർക്കാർ പണം കൊടുക്കുക എന്നുള്ളതാണ്. അതുകൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്ന സമീപനം ഒഴിവാക്കുന്നു. സാർ, വികസനത്തെ സംബന്ധിച്ച് അങ്ങേക്കുള്ള കാഴ്ചപ്പാടിന്റെ പരിമിതിയാണത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നാട്ടിലെ മുഴുവൻ ആളുകൾക്കും വീട് വെച്ച് കൊടുക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു ഭരണ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം അധിക ഭാരമോ അല്ലെങ്കിൽ ഒരു ചുമടോ ആയി അങ്ങ് കാണേണ്ടതില്ല. അത് നാട്ടിലെ ഒരു വികസന പ്രവർത്തനത്തിന്റെ അവിഭാജ്യ ഘടകമായിട്ട് തന്നെ നമ്മൾ കണ്ടാൽ മതി. സംസ്ഥാന സർക്കാർ രൂപവൽക്കരിക്കുന്ന പദ്ധതികൾ എന്ന് പറഞ്ഞാൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടും വിധമുള്ള പദ്ധതികളാണ്. ഓരോ സംസ്ഥാന ഗവൺമെന്റ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് തദ്ദേശ സ്ഥാപന സർക്കാർ എന്ന് പറയുന്നത്. പ്ലീസ് 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 പോയിന്റ് ഓഫ് ഓർഡർ ഒന്നും ചോദ്യോത്തരവേളയില്ല. ഈ ചോദ്യോത്തരവേളനെ കൈകാര്യം ചെയ്യുന്ന രീതി സംസ്ഥാന സർക്കാർ തുടങ്ങി വെച്ചിട്ടുള്ള പദ്ധതികൾ, ആ പദ്ധതികൾ നടപ്പിലാക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങൾ തന്നെയാണ്. ഇതുവരെ തദ്ദേശ സ്ഥാപനങ്ങൾ ലോൺ എടുത്താണ് ഇതിനു മുൻപ് മറ്റു ഭവന പദ്ധതികളും നടപ്പിലാക്കിയിട്ടുള്ളത്. അപ്പൊ ഇത് തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ഒരു ഭാരമായി കാണേണ്ടതില്ല. ഈ ചോദ്യോത്തര വേള പ്രസ്താവനകളും പ്രസംഗങ്ങളും നിറഞ്ഞതാക്കി മാറ്റിയതുകൊണ്ടാണ് ഇതിങ്ങനെ. ഒരു ചോദ്യം ചോദിക്കാൻ ഉത്തരം പറയാൻ തദ്ദേശ സ്ഥാപനങ്ങളിൽ അധിവസിക്കുന്ന ആളുകൾക്കാണ് വീട് നൽകുന്നത്. അപ്പൊ വീട് നൽകുക എന്നുള്ളത് ഒരിക്കലും ഒരു അധിക ഭാരമായി സർക്കാരിനോ തദ്ദേശ സ്ഥാപനങ്ങൾക്കോ വരുന്നതായി കാണേണ്ടതില്ല. അത് അങ്ങയുടെ വികസന കാഴ്ചപ്പാടിലുള്ള ഒരു പരിമിതിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫ്ലോറിൽ വന്ന ചോദ്യത്തെ സംബന്ധിച്ച് ഒരു ഉപചോദ്യം ചോദിക്കലാണ് ഈ ഉപചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ഉപചോദ്യം ചോദിക്കാൻ ഒരു അവസരം കിട്ടിയാൽ ദീർഘമായി പ്രസംഗിക്കാം. ആ പ്രസംഗത്തിന് മറുപടിയും പ്രസംഗമായിട്ട് വരും. ഇതെല്ലാവരും ഒഴിവാക്കണം. ഉപചോദ്യം ചെറുതാക്കണം, ഉത്തരവും ചെറുതാക്കണം. യെസ്, പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ. ചോദ്യകർത്താവിനെ അതിനെ കുറിച്ച് പറയണം. അങ്ങയുടെ ചോദ്യം ചോദിക്കണം. അതുകൊണ്ടാണ് അങ്ങനെ വന്നത് സാർ. അല്ല, അദ്ദേഹം ചോദിച്ചോണ്ടിരിക്കണം. ദുസൂചനയോടെ മന്ത്രി മറുപടി പറഞ്ഞത് ശരിയാണോ സാർ? വ്യക്തിപരമായി ആക്ഷേപിക്കുന്നത് അല്ല, ദുസ്സൂചനകൾ ആരുടെ ഭാഗത്തുനിന്നുണ്ടാവാൻ പാടില്ല. ഞാനതാ പറയും, ദുസ്സൂചനകൾ എവിടെ നിന്നുണ്ടാവാൻ പാടില്ല. ചടുലതയും ശക്തിയും ആരോഗ്യവും ഒന്നും ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ സത്യത്തിലെ ചോദ്യത്തിന്റെ ഉപചോദ്യം ചോദിച്ചാൽ പ്ലീസ് പ്ലീസ്. ദുസ്സൂചനകൾ ഉണ്ടാകാൻ പാടില്ല. അത് പറഞ്ഞല്ലോ, ദുസ്സൂചനകൾ ഉണ്ടാകാൻ പാടില്ല. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ, പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ, ഇരിക്കെ. യെസ് യെസ്. പ്രൊഫസർ താങ്കൾ ചോദിക്കുന്നുണ്ടോ? അങ്ങേക്ക് ചോദ്യം ഉണ്ടോ? പ്രൊഫസർക്ക് ചോദ്യം ഉണ്ടെങ്കിൽ ചോദ്യം ചോദിച്ചോളൂ. സർ, GST വന്നത് മൂലം വിനോദ നികുതിയും പരസ്യ നികുതിയും നമുക്ക് പ്രയോഗവൽക്കരിക്കാൻ കഴിയാതെയായി പഞ്ചായത്തുകൾക്ക്. അത് ധനകാര്യ വകുപ്പുകൾക്ക് അടവാക്കി കൊടുക്കുന്നു. അതിന്റെ ഒരു വിഹിതം പഞ്ചായത്തിന് ലഭിക്കാൻ ആവശ്യമായ നടപടി ഉണ്ടാകുമോ അറിയില്ല. അതോടൊപ്പം ഈ പഞ്ചായത്തുകളിൽ ഉദ്യോഗസ്ഥന്മാർക്ക് തനത് നികുതി പിരിച്ചെടുക്കുന്നതിന്റെ പ്രയാസം അങ്ങ് സൂചിപ്പിച്ചു. പഞ്ചായത്തുകളിൽ വീടിന് നമ്പർ ഇട്ട്, കെട്ടിടങ്ങൾക്ക് നമ്പർ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് റവന്യൂ ടാക്സ് അടച്ചിരിക്കണം എന്ന ഒരു നിബന്ധനയുണ്ട്. എന്നതുപോലെ പഞ്ചായത്തിലെ നികുതി പിരിച്ചെടുക്കുന്നതിന് വേണ്ടി അത്തരം ഏതെങ്കിലും നിബന്ധനകൾ വെച്ചുകൊണ്ട് തനത് ഫണ്ട് ഏറ്റവും എളുപ്പം പിരിച്ചെടുക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ കഴിയുമോ? ഈ രംഗത്ത് നിലവിലുള്ള പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി അവ പൂർണ്ണമായും മാറ്റി നികുതി പിരിച്ചെടുക്കുന്നതിനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളതും നികുതി പിരിച്ചെടുത്തുകൊണ്ടിരിക്കുന്നതും. പിന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബഹുമാന്യനായ അബ്ദുറബ്ബ് സാഹിബിനെ ഞാൻ ഒരിക്കലും അങ്ങനെ മോശമായിട്ടൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഖാദർ സാഹിബ് എന്നെയും മോശമായിട്ട് പറയാൻ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ഒരു ശൈലിയിൽ കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ ആ ഗുഡ് സ്പിരിറ്റിൽ എന്റെ പ്രസ്താവനയും കാണണം എന്നാണ് അങ്ങയോട് എനിക്ക് പറയാനുള്ളത്. ശ്രീ വി അബ്ദുറഹ്മാൻ, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ
ഇന്ന് വളരെ നല്ല രീതിയിലാണ് പ്രവർത്തിച്ചു വരുന്നത്. എൻ്റെ താനൂർ നിയോജക മണ്ഡലത്തിൽ പല പഞ്ചായത്തുകളും വരുമാനമില്ലാത്ത അവസ്ഥയിലായിരുന്നു. ഇന്ന് നികുതി പിരിവിൽ കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല പഞ്ചായത്തുകളായിട്ട് പല പഞ്ചായത്തും മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇനിയും 18ഓളം ഇനങ്ങളിൽ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വരുമാനം കണ്ടെത്താനുള്ള സോഴ്സുകളുണ്ട്. ഇപ്പൊ പരസ്യനിധി അടക്കമുള്ള ഹോർഡിങ്സ് അടക്കമുള്ള 18ഓളം മേഖലകളുണ്ട്. ഈ മേഖലകളിൽ ശക്തമായിട്ടുള്ള ഒരു സാന്നിധ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇനിയും വരുമാനം ഉണ്ടാക്കാൻ കഴിയും? അത്തരത്തിലുള്ള ആലോചന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പുതിയ നികുതി വരുമാന മാർഗങ്ങൾ നമ്മൾ എന്ത് കണ്ടെത്തിയാലും എത്ര കണ്ടെത്തിയാലും അതൊക്കെ തന്നെ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. പക്ഷേ വേറൊന്നുണ്ട്, കൂടുതലായിട്ട് നികുതി GST പിരിച്ചെടുക്കുമ്പോൾ അതിനനുസൃതമായിട്ടുള്ള ഒരു തിരിച്ചുവരവും ഉണ്ടാകും. അപ്പോൾ തത്വത്തിൽ നമ്മൾ നികുതി വർദ്ധിപ്പിക്കുമ്പോൾ അതിന്റെ ഗുണം GSTയുടെ തിരിച്ചുവരവിലൂടെ, നമ്മളുടെ വിഹിതത്തിന്റെ തിരിച്ചുവരവിലൂടെ നമുക്ക് ലഭിക്കും. ശ്രീ എ പി അനിൽകുമാർ. അധികാരം ജനങ്ങളിലേക്ക് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അധികാര കേന്ദ്രീകരണമാണ് സർ പഞ്ചായത്ത് രാജിൽ നടക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പ്ലാൻ ഫണ്ടിന്റെ 55% എങ്ങനെ കൊടുക്കണമെന്ന് നമ്മളിവിടുന്ന് നിർദ്ദേശിക്കുകയാണ്. ബാക്കി 45% അവർക്കുള്ളത്. പിന്നീട് വന്നു കഴിഞ്ഞാൽ GSTയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ആകെ ഉണ്ടായിരുന്ന ഓൺ ഫണ്ട്. അനിൽകുമാർ ദയവായി ചോദ്യം ചോദിക്കൂ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്താ ചോദ്യം കൊണ്ട് ചോദിക്കൂ. ഞാൻ ഒരു സെന്റൻസ് പറഞ്ഞു. ആയിക്കോട്ടെ ആയിക്കോട്ടെ. സ്പീക്കർ ഒറ്റ സെന്റൻസ് അല്ലെങ്കിൽ ഞാൻ ചോദ്യത്തിലേക്ക് വരും. ചോദ്യത്തിലേക്ക് വരും സർ. GST അങ്ങ് സൂചിപ്പിച്ചു. GSTയുടെ സിനിമാ നികുതിയായിരുന്നു ആകെ ഓൺ ഫണ്ട് ഉണ്ടായിരുന്നത്. അതിപ്പോ തിരിച്ചുവരവില്ലാത്ത അവസ്ഥയിലാണ്. അപ്പൊ എല്ലാം കൊണ്ടും അങ്ങ് പറയുന്ന പൊട്ടിത്തെറിയില്ലെങ്കിലും ഭരണ പ്രതിപക്ഷ ഉള്ള എല്ലാ പഞ്ചായത്തുകളും അസംതൃപ്തിയും അസന്തുഷ്ടിയും ആണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം അവർക്ക് അധികാരമുണ്ട് എന്ന് പറയുകയും എന്നാൽ പഞ്ചായത്ത് അംഗങ്ങൾക്ക് ഭരിക്കാനോ അവരുടെ വികസന പ്രവർത്തനം നടത്തുവാനോ ഉള്ള ഒരു സാഹചര്യം കൊടുക്കാത്ത ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് അധികാര വികേന്ദ്രീകരണം എന്നുള്ളത് വാക്കിൽ മാത്രമാണ്. സർ, ഞാൻ ചോദിക്കുന്നത് സർ, റവന്യൂ വകുപ്പ് ഇപ്പൊ ധനകാര്യ കമ്മീഷൻ പ്രധാന നിർദ്ദേശം, റവന്യൂ വകുപ്പ് ഇപ്പോൾ ഈടാക്കി വരുന്ന കെട്ടിട നികുതി പ്രാദേശിക സർക്കാരുകളെ ഏൽപ്പിക്കണം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം ധനകാര്യ കമ്മീഷൻ വെച്ചിരിക്കുകയാണ്. സർ, അത് ആ ഒരു കാര്യത്തെക്കുറിച്ച് പഞ്ചായത്ത് രാജ് ആക്ട് ഭേദഗതി ചെയ്തുകൊണ്ട് നടപ്പാക്കണം എന്നാണ് പറയുന്നത്. ആ ഒരു കാര്യം നടപ്പാക്കുന്നതിനെ കുറിച്ച് ഗവൺമെന്റ് ഗൗരവമായിട്ട് ആലോചിക്കുന്നുണ്ടോ? സർ, അധികാര വികേന്ദ്രീകരണത്തിനാണ് ഈ സർക്കാർ ശ്രമിക്കുന്നത്, ഒരിക്കലും അധികാര കേന്ദ്രീകരണത്തിനല്ല. ഇന്ത്യയിൽ ഏറ്റവും അധികം അധികാരം വികേന്ദ്രീകരിച്ച് കൊടുത്തിട്ടുള്ള ഒരു സംസ്ഥാനമാണ് നമ്മളുടെ കേരളം. 28 ഇനങ്ങളാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിൽ ഒന്നൊഴികെ ബാക്കി 27 എണ്ണവും നമ്മൾ വികേന്ദ്രീകരിച്ചു കൊടുത്തു, അവർക്ക് പവർ നൽകുകയുണ്ടായി. ആ ഒന്ന് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ മാത്രമാണ്, പൊതുവിതരണമല്ലാത്ത ബാക്കി 27 എണ്ണവും നൽകി. മുനിസിപ്പാലിറ്റികളിൽ 17 ഇനങ്ങളാണ് നമ്മൾ വികേന്ദ്രീകരിച്ച് നൽകിയത്. അതിൽ 16 ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഉത്തരവാദിത്തം മാത്രമാണ് നമ്മൾ നൽകാതിരുന്നത്. ബാക്കി 16 എണ്ണവും നൽകുകയുണ്ടായി. ഇന്ത്യയിൽ ഏറ്റവും അധികം അധികാരം പ്രായോഗികമായി വികേന്ദ്രീകരിച്ച് നൽകിയിട്ടുള്ളത് കേരളത്തിലാണ്. പിന്നെ കേരളത്തിൽ നമ്മൾ ചെയ്യുന്നു എന്ന് അങ്ങിപ്പോ പറയുന്ന പ്രയാസം, ചില മാർഗരേഖകൾ പദ്ധതി തയ്യാറാക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ നൽകുന്നു എന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ അവരുടെ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. നമ്മളുടെ സമൂഹത്തിലെ ഒരു വിഭാഗവും പിന്തള്ളപ്പെട്ടു പോകരുത്. ഒരു വിഭാഗത്തിനും പ്ലാൻ ഫണ്ടിന്റെ വിനിയോഗം നടക്കുമ്പോൾ അതിൽ അനീതിയോ അന്യായമോ ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അപ്പൊ സതുദ്ദേശത്തിലാണ് ഏത് സർക്കാരുകളായാലും, ഈ ഗവൺമെന്റ് മാത്രമല്ല അങ്ങനെ ചെയ്യുന്നത്, ഏത് ഗവൺമെന്റുകളായാലും സംസ്ഥാന സർക്കാരുകളായാലും അങ്ങനെ ചെയ്യുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സമുദ്ധാരണം ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അതിനെ ഒരിക്കലും ഒരു കടമ്പ അല്ലെങ്കിൽ ഒരു പ്രയാസം എന്നുള്ള നിലയിൽ അങ്ങ് ചിത്രീകരിക്കരുത്. അങ്ങയുടെ പറഞ്ഞ കാര്യം തീർച്ചയായും പരിഗണിക്കാവുന്നതാണ്. നമ്മളുടെ ചട്ടങ്ങൾ ഭേദഗതി ചെയ്ത്, നിയമം തന്നെ ഭേദഗതി ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് ആ കാര്യത്തിൽ എന്താണ് ചെയ്യാൻ കഴിയുക എന്ന് ഗവൺമെന്റ് ആലോചിക്കും. ശ്രീമതി എസ് ബിജിമോൾ. സർ, കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഭവന നിർമ്മാണ പദ്ധതികളുടെ തുക വർദ്ധിപ്പിച്ചിരുന്നു. അത് എല്ലാ വകുപ്പുകളും മാറി മാറി വളരെ വാശിപൂർവ്വം ഈ നിയമസഭയിൽ പ്രഖ്യാപിച്ചതാണ്. അങ്ങ് ഞാനും ഒക്കെ ഇവിടെ ഇരുന്ന് പ്രതിപക്ഷത്തിരുന്ന് കൈയടിക്കുകയും ചെയ്തതാണ്. നമ്മൾ സ്വാഗതം ചെയ്തു. ST വിഭാഗത്തിൽപ്പെട്ടവരുടെയും SC വിഭാഗത്തിൽപ്പെട്ടവരുടെയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എന്ന മുനീർ സാഹിബ് പഞ്ചായത്തിന്റെയും തുകകൾ വർദ്ധിപ്പിച്ചു, ജനവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും തുക വർദ്ധിപ്പിച്ചു കൊടുത്തു. എന്നാൽ ആ തുക കിട്ടുന്നതിന് വേണ്ടി ഇപ്പോഴും ഗ്രാമപഞ്ചായത്ത് ഓഫീസുകൾ വർദ്ധിപ്പിച്ച തുക
പ്രതീക്ഷയോടുകൂടി കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഇപ്പോഴും ആളുകൾ കയറി ഇറങ്ങുകയാണ്. ഈ 3-4 വർഷമായിട്ടും അത് ഇതുവരെയും നമുക്ക് കൊടുത്തു തീർക്കാൻ പറ്റിയിട്ടില്ല. ഗവൺമെന്റ് ആണ് പ്രഖ്യാപിക്കേണ്ടത് എത്ര രൂപയാണ് ഭവന നിർമ്മാണത്തിന് കൊടുക്കേണ്ടത് എന്ന്. സാർ, കഴിഞ്ഞ ഗവൺമെന്റ് ചെയ്ത ഒരു പെശകാണ്. ഇപ്പൊ നമ്മളത് തിരുത്താൻ ലൈഫ് പദ്ധതിയിൽ വലിയ ശ്രമം നടത്തുന്നുണ്ട്. അതിന് ഞങ്ങൾ അങ്ങേ അഭിനന്ദിക്കുകയും ചെയ്യും. ഈ തുകയൊന്ന് കൊടുത്തു തീർക്കുന്നതിന് ഇവരിപ്പോ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ സാർ. വളരെ ആവേശം കൊണ്ട് ആളുകൾ വർത്താനം പറയും. ഈ തുകയൊന്ന് കൊടുത്തു തീർക്കാൻ ഗവൺമെന്റ് നടപടി സ്വീകരിക്കും. സാർ, ഇക്കാലം അത്രയും ഉണ്ടായിരുന്ന ഒരു ഡിസ്പാരിറ്റി എന്ന് പറയുന്നത് പല ഡിപ്പാർട്ട്മെന്റുകളും നടത്തുന്ന പദ്ധതിയുടെ പണവും തദ്ദേശ സ്ഥാപനങ്ങൾ അതേ പദ്ധതിക്ക് വേണ്ടി വിനിയോഗിക്കുന്ന പണവും തമ്മിലുണ്ടായിരുന്ന വ്യത്യാസമാണ്. അതുകൊണ്ട് പല തദ്ദേശ സ്ഥാപനങ്ങളുടെയും പദ്ധതികൾ പ്രാവർത്തികമാകാതെ പോകുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഈ സർക്കാർ വന്നതിന് ശേഷം ഞങ്ങൾ പൊതുവിലെടുത്ത ഒരു തീരുമാനം, ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾ എത്രയാണോ സബ്സിഡി കൊടുക്കുന്നത്, അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾ ഒരു പദ്ധതിക്കായി, ഒരു ഭവന പദ്ധതിക്കായി എത്രയാണോ സഹായം നൽകുന്നത്, സമാനമായിട്ടുള്ള തുക തദ്ദേശ സ്ഥാപനങ്ങൾക്കും നീക്കിവെക്കാനുള്ള ഒരു തീരുമാനം തത്വത്തിൽ ഞങ്ങൾ എടുക്കുകയുണ്ടായി. അതോടുകൂടി എല്ലാ പദ്ധതികളും, ഡിപ്പാർട്ട്മെന്റുകൾ നടത്തുന്ന പദ്ധതികളും തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തുന്ന പദ്ധതികളും ഒരുപോലെ പ്രയോഗവൽക്കരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഒരുങ്ങി വരികയാണ്. ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിച്ചതുപോലെയുള്ള പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അത് ഈ ലൈഫ് പദ്ധതിയുടെ ഭാഗമായി അവർക്ക് 4 ലക്ഷം രൂപ യൂണിറ്റ് കോസ്റ്റ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിനനുസൃതമായി നൽകുന്നതിനെ കുറിച്ച് ഗവൺമെന്റ് ആലോചിക്കും. ശ്രീ പാറക്കൽ അബ്ദുള്ള. സാർ, സാമ്പത്തിക വർഷം അവസാനിക്കാനിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പദ്ധതികളുടെ നിർവ്വഹണ ചുമതല എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ എന്നിവരിൽ മാത്രമാക്കി നിജപ്പെടുത്തിക്കൊണ്ട് ഒരു സർക്കുലർ തദ്ദേശ സ്ഥാപനങ്ങളിൽ വന്നതായി അറിയുന്നു. നേരത്തെ അസിസ്റ്റന്റ് എഞ്ചിനീയർ മുതൽ മുകളിലോട്ടുള്ളവർക്ക് നിർവ്വഹണ ചുമതല ഉണ്ടായിരുന്ന പ്രവർത്തികൾ ഇപ്പോൾ ഈ SC എന്നിവരിലേക്ക് ചുരുക്കിയത് മൂലം നേരത്തെ ഒരാൾ 50 മുതൽ 60 വരെ പ്രവർത്തികൾ നിയന്ത്രിച്ചിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ഒരാൾക്ക് അത് 300-400 പ്രവർത്തികൾ വരെയായി ഉയർന്നിരിക്കുകയാണ്. ഇത് നിർവഹണത്തെ സാരമായി ബാധിക്കും, തദ്ദേശ സ്ഥാപനങ്ങളുടെ വികസന പ്രവർത്തനങ്ങളെ പിന്നോട്ടടിക്കും എന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? നേരത്തെ അങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നു. പക്ഷേ പ്രായോഗികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ആ കാര്യത്തിൽ ഒരു പുനഃപരിശോധന നടത്തുന്നതിൽ സർക്കാരിന് യാതൊരു വൈമുഖ്യവും ഉണ്ടാവില്ല. ശ്രീമതി വീണ ജോർജ്. സർ, നിലവിൽ കെട്ടിട നികുതി നിർണ്ണയിക്കുന്നതിലുള്ള അപാകതകൾ പരിഹരിക്കുന്നതിന് തീവ്രമായി ശ്രമിക്കുമെന്ന് പറഞ്ഞതിനെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ സമയബന്ധിതമായി ഇത് പൂർത്തിയാക്കുമോ? അങ്ങനെയാണെങ്കിൽ പുതിയ കെട്ടിട നികുതി എന്നത്തേക്ക് പ്രതീക്ഷിക്കാം? ഒപ്പം 3000 സ്ക്വയർ ഫീറ്റിൽ കൂടുതലുള്ള വീടുകളുടെ അധിക നികുതി പണി പൂർത്തിയാക്കിയാലാണ് നികുതി അടക്കേണ്ടി വരിക. പണി പൂർത്തിയാക്കാതെയും മറ്റും നികുതിയിൽ നിന്ന് ഒഴിവാക്കി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. സർ, ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു വൺ ടൈം സെറ്റിൽമെന്റ് അതിന് സർക്കാർ ആലോചിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അതൊരു നല്ല നിർദ്ദേശമാണ്. ആ കാര്യം ഗവൺമെന്റ് പരിഗണിക്കുന്നതാണ്. ശ്രീ അമ്മാലി. സർ, ഡോക്ടർ തോമസ് ഐസക് മുൻകൈയെടുത്ത് നടപ്പിലാക്കിയുള്ള നമ്മുടെ ജനകീയ ആസൂത്രണം, ഇതിന് വളരെ വയസ്സായി കുറേയധികം മാറ്റങ്ങൾ ഇതിൽ വരുത്തേണ്ടതായിട്ടുണ്ട്. ഇതിന് സർക്കാർ മുൻകൈ എടുക്കുമോ? ഇത് വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഡോക്ടർക്ക് വേണമെങ്കിലും മറുപടി പറയാം. സാർ, 19-20 വയസ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും എന്താ പറയാ, അതിന്റെ ഒരു പീക്കായിട്ടുള്ള ഒരു വയസ്സാണ്. അപ്പൊ ഇതിന് വയസ്സായിട്ടില്ല. ഒരു 60-70 യൗവനമാണ് യഥാർത്ഥത്തിൽ ജനകീയ ആസൂത്രണത്തിൽ. യൗവനത്തിന്റെ ചില ദൗർബല്യങ്ങൾ, ആ ദൗർബല്യങ്ങളെ മറികടക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ഈ പ്രാവശ്യം ഞങ്ങൾ ഏർപ്പെടുത്തിയതിനു ശേഷമാണ് ജനകീയ ആസൂത്രണത്തിന്റെ 2ാം വരവിന്റെ പ്രഖ്യാപനം ഗവൺമെന്റ് നടത്തിയത്. ആ നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്.